ചില സമയങ്ങളിൽ ചിലരെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ഫീനിക്സ് പക്ഷിയെ പോലെ അവർ വീണ്ടും പഴയ ഫോമിലോട്ട് തിരിച്ചെത്തുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയുടെ റെക്കോർഡുകൾ തകർക്കാനായിട്ട് ലാലേട്ടൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഒന്നൊന്നര വരവനായിരുന്നു അല്ലെ. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മറ്റൊരു നടൻ കൂടിയുണ്ട്. കേരളത്തിന്റെ ദത്തുപുത്രൻ എന്ന് പറയാൻ പറ്റുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു ആക്ടർ. ഞാൻ പല വീഡിയോകളും പല കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നൻപ എന്ന് പറയാൻ പറ്റുന്ന തരത്തില് വിജയ് ഫാൻസ് ആണ്, വേറെ ആരുമല്ല. ആക്ടർ വിജയ് അദ്ദേഹം സിനിമ ഉപേക്ഷിച്ച് പൊളിറ്റിക്സിലോട്ട് പൂർണ്ണമായിട്ട് പോകാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം കേട്ട സമയത്ത് സത്യം പറഞ്ഞ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ വരുന്ന സമയത്ത് അത് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഓഡിയൻസും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ലിയോ ഒക്കെ ഇറങ്ങിക്കുന്ന സമയത്ത് നമ്മളത് എൻജോയ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം എവിടെയും പോകുന്നില്ല, കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തോട്ടാണ്. കുറെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റൂലേ. പക്ഷേ കേരളത്തിന്റെ നടൻ എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് മറ്റൊരു സംസ്ഥാനത്തെ നടന് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു നോൺ മലയാളി ആക്ടർ, എന്നാൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിജയ് എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. തലപതി എന്ന് പറയുന്നതാണ് കുറെ ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളൊരു കാര്യം അറിയാം. തലപതിയുടെ ഒരു പൊളിറ്റിക്കൽ എൻട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം തന്നെയായിരുന്നു. പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് വിജയിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിക്കുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം തന്നെയായിരുന്നു. നമ്മൾ അതുവരെ പ്രതീക്ഷിച്ചിരുന്ന ലിയോ 2 ഇനി സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടായിരുന്ന സമയത്തും LCU യൂണിവേഴ്സിറ്റി ലിയോ ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ടറിനെ പറഞ്ഞിരിക്കുന്ന സമയത്തും ഇപ്പോൾ ഒരു അടിപൊളി സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. നമുക്കറിയാം ലോകേഷ് കനകരാജിന്റെ തന്നെ 2 പടങ്ങൾ ഓൾറെഡി വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഒന്ന് ലിയോ 2 ആണ്, മറ്റൊന്ന് മാസ്റ്റർ 2 എന്ന് പറയുന്ന 2 സിനിമകൾ വിജയനെ വെച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം ഓൾറെഡി പ്രകടിപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു. പൊളിറ്റിക്സ് എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് പൊളിറ്റിക്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ റീസെന്റ് റിപ്പോർട്ട്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 ശേഷം വിജയ് തിരിച്ചു വരും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ പല ഡയറക്ടേഴ്സായിട്ടും അദ്ദേഹം ഒരുപാട് പ്രൊജക്ടുകൾ ഓൺ ആക്കാനായിട്ട് വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് മുന്നോട്ടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. പൊളിറ്റിക്സിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ, അദ്ദേഹത്തിന് ഡിസിഷൻ മാറിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫേവറബിൾ അല്ലാത്ത രീതിക്കാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന് ശേഷം അദ്ദേഹം ചിലപ്പോൾ തിരിച്ചു വരുമെന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് ഡിസ്കഷൻസുകൾ, പല പ്രൊജക്ടുകളുടെ കാര്യത്തിൽ ഡിസ്കഷൻസുകൾ നടക്കുന്നുണ്ടെന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അതിലൊന്ന് മാസ്റ്റർ 2 ആണെന്നുള്ളൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. മാസ്റ്റർ 2 അതുപോലെ തന്നെ ലിയോ 2 ആയിരിക്കാം എന്നുള്ള രീതിക്കുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും 2026 ശേഷം വിജയ് അങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ള രീതിക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിക്കുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കുറെ നാളുകളായിട്ട് നമ്മളെല്ലാവരും ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു LCU യൂണിവേഴ്സിലെ ലിയോ എന്ന് പറയുന്ന ലോകേഷ് കനകരാജ് പടം വരണം എന്നുള്ളൊരു കാര്യം. നമ്മൾ അന്ന് തന്നെ കുറെ ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നുള്ള ഹൈപ്പ് എനിക്ക് തോന്നില്ല വേറൊരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം ഈ സിനിമ LCU ആണോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്. സിനിമ കഴിഞ്ഞ ദിവസം കൂടി കണ്ട സമയത്ത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിവേസ് LCU കുറച്ച് ഫോഴ്സ്ഡ് ആയെന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമ വെൽ സെറ്റ് ആയിരുന്നു. അതിന്റെ സെക്കൻഡ് ഹാഫിനകത്തുള്ള പോരായ്മകൾ മറ്റേ കുഴിച്ചെടുത്താണെന്നുണ്ടെങ്കിൽ ഒരു ലിയോ പാർട്ട് 2 വരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെ നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ആക്ച്വലി സിനിമയിൽ ചെയ്തെന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ എല്ലാവരും ആഗ്രഹം പോലെ തന്നെ LCU സിനിമകളിൽ ലിയോ 2 ഉണ്ടാകും എന്നുള്ള രീതിക്കുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൂര്യയുടെ പുതിയ പടം സൂര്യ 46 എന്ന് പറയുന്ന പടത്തിന്റെ പൂജ എത്ര പേര് കണ്ടു എന്നുള്ളൊരു കാര്യം അറിയില്ല. മമിത ബൈജു ആണ് ഈ സിനിമയിൽ നായികയായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക. സൂര്യ 46 അങ്ങനെ ഫൈനലി ഓൺ ആയിക്കാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആക്ച്വലി വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹോപ്പ് എന്ന് പറയുന്നത്. ലക്കി ഭാസ്കർ സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വരുന്നത്. അതായത് വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂര്യനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം. റെട്രോ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, ഐ മീൻ സെക്കൻഡ് ഹാഫ് വരെയും നല്ല രീതിക്ക് കൊണ്ടുപോയിരുന്ന ഒരു കാര്യം നമുക്ക് അറിയാം. എനിക്ക് സൂര്യനെ പേഴ്സണലി സിനിമയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ കഥയായിരുന്നു അതിനകത്ത് മോശമായിരുന്നു. സോ ആ ഒരു കഥ കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡയറക്ടറുടെ ഒരു റൈറ്ററിന്റെ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത് ലക്കി ഭാസ്കർ പോലത്തെ വേറൊരു കൈൻഡ് ഓഫ് ജോണറിൽ വരുന്ന ഒരു സിനിമ അത് സൂര്യ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു പടമായിരിക്കും ഒരു കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം ധനുഷിന്റെ ഒരു അപ്ഡേറ്റ് കണ്ട സമയത്ത് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെസ്പെക്ട് ഞാൻ ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളെന്ന് പറയുന്നത് സർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാലേ.
അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഒരു സിനിമയായിട്ട് വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പല സ്റ്റോറികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിനൊരു സിനിമ ഫോമാറ്റിലോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുട്ടികൾക്കടക്കം ഇൻസ്പയറിംഗ് ആവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. APJ അബ്ദുൽ കലാമിന്റെ സ്റ്റോറി ഒരു സിനിമയാവാനായിട്ട് പോകുന്നു. അതിൽ അഭിനയിക്കാനായിട്ട് പോകുന്നത് സാക്ഷാൽ ധനുഷ് തന്നെയാണ്. ധനുഷാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പോകുന്നത്. കലാം എന്നാണ് സിനിമയുടെ പേര് എന്ന് പറയുന്നത്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടായിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത്, ഒരു പേടി എന്താന്ന് വെച്ചാൽ ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്ന ആളുടെ പേരാണ് ഓം റൗട്ട് എന്ന് പറയുന്ന ആ ഒരു പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറക്കാനായിട്ട് സാധിക്കുമോ? നമുക്ക് ആർക്കും മറക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? ആദിപുരുഷ് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ ഒരു പടം. ഇപ്പൊ അദ്ദേഹത്തിനൊപ്പമാണ് ഇദ്ദേഹം ധനുഷ് ഒരു സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്. കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സിനിമ നന്നാവും എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിക്കാം. APJ അബ്ദുൽ കലാമിന്റെ സിനിമ ആയതുകൊണ്ട് നന്നാവും എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിക്കാം. പക്ഷേ എങ്ങനെയാണ് ഇയാൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇന്നും ഒരു പേടി തന്നെയാണ്. തെലുങ്ക് സിനിമയിലെ തന്നെ ഒരു പേടി സ്വപ്നമാണ് ഓം റൗട്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. 600 കോടിയുടെ ഒരു ബോംബ് ഉണ്ടാക്കി വെച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്താവുന്നുള്ളൊരു കാര്യം ഒരു പിടിയില്ല. നിങ്ങളിൽ എത്ര പേര് സന്ദീപ് റെഡ്ഡി വാങ്ക എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഫാനാന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പേഴ്സണലി മനുഷ്യന്റെ ഭയങ്കര ഫാനാണ്. അത് അർജുൻ റെഡ്ഡി കണ്ട സമയത്ത് മാത്രമല്ല, പ്രത്യേകിച്ച് ആനിമൽ കണ്ടേക്കുന്ന സമയത്താണ് ഞാൻ ഇയാളുടെ വലിയൊരു ഫാനായിട്ട് മാറിയെന്ന് പറയാം. കാരണം ആ സിനിമയുടെ ട്രീറ്റ്മെന്റ് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത രീതിക്കുള്ള ഭയങ്കര വയലൻസ് ആണെന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. കാരണം അതിന്റെ മേക്കിംഗ് സ്റ്റൈലുകൊണ്ട് തന്നെ. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയൊരു എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ്. അതും പ്രഭാസിന്റെ ഒപ്പം ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അതൊരു ഗംഭീര പടം തന്നെയായിരിക്കും എന്നൊരു കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം സംഭവിച്ചു. പ്രഭാസിന്റെ സിനിമയിലെ നായികയായിട്ട് വരാനായിട്ട് തന്നിരുന്ന ഒരാളെന്ന് പറയുന്നത് ദീപിക പദുക്കോൺ ആയിരുന്നു. ദീപിക പദുക്കോൺ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കണ്ടീഷൻസ് അങ്ങ് ഷെയർ ചെയ്തായിരുന്നു. ഒന്ന് ഇതായിരുന്നു, തെലുങ്കിൽ ഈ സിനിമ ചെയ്യാനായിട്ട് പറ്റില്ല, തെലുങ്ക് ഇവർ സംസാരിക്കില്ല. രണ്ടാമത്തെ കാര്യം, 20 കോടി രൂപയോളം ഇവർക്ക് സാലറി വേണം. ആൻഡ് ഒരു ദിവസം 6 മണിക്കൂറിൽ ഇവർ വർക്ക് ചെയ്യില്ല. ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഇവർ പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. നമ്മളെന്താ ചിന്തിക്കുക, ദീപിക പദുക്കോണെ പോലുള്ള ഒരു വലിയൊരു സ്റ്റാർഡമുള്ള ഒരു ആക്ട്രസിനൊക്കെ വേണ്ടിയിട്ട് പല ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ടീമും അവർക്ക് ഫേവറബിൾ ആവുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളും കാര്യങ്ങൾ ചെയ്തേക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സന്ദീപ് റെഡ്ഡി അവർ ഡിസിഷൻ അങ്ങ് എടുത്തു, ദീപിക പദുക്കോണെ തട്ടിയേക്കാം, ദീപിക പദുക്കോണെ സിനിമയിൽ വേണ്ട, സിനിമ നടക്കും പക്ഷെ ദീപിക പദുക്കോണെ മാറ്റാന്നുള്ളൊരു കാര്യം തീരുമാനം എടുത്ത് അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു ഫീമെയിൽ ലീഡ് ആക്ട്രസിനെ അങ്ങ് മാറ്റിക്കൊണ്ടാണ് സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് ഈ സിനിമയിൽ ഒരു വലിയ ക്യാമിയോടെ കൂടി ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഡോൺലി ആണെന്നുള്ള രീതിക്കുള്ള വാർത്തകൾ മറ്റൊക്കെ നമ്മൾ കണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സോ വലിയ രീതിയിലുള്ള എക്സ്പെക്ടേഷനോടെ ഒരു വലിയ ക്യാൻവാസി വരാൻ പോകുന്ന ഒരു സിനിമയാണ്. സോ വിജയുടെ തിരിച്ചുവരവ്, തലപതി വിജയുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് പൊളിറ്റിക്സിലുള്ള അദ്ദേഹത്തിന്റെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തലപതി വിജയനെ സിനിമയിൽ കാണാനാണ് ഇഷ്ടം, അതോ റിയൽ ലൈഫിൽ പൊളിറ്റിക്സിൽ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ബീങ് എ ഫാൻ ബോയ്, അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ തന്നെ കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വിഷൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ആസ് എ ഫാൻ ബോയ് അല്ലെങ്കിൽ ആസ് എ ഫിലിം ക്രിട്ടിക് എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമയിൽ കാണാൻ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾസ് ബാസ് സൈനിങ് ഔട്ട്.